യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വന്നിട്ടുണ്ട്, അതിൽ പങ്കാളിത്തം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമരങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിലെ 14 ജില്ലയിലും ഇത്തരത്തിലുള്ള കേസുകളുണ്ട്. സമരങ്ങളുടെ ഭാഗമായതിൻ്റെ പേരിലുള്ള കേസുണ്ട്. അതിലൊരു കേസ് നടപടിക്രമങ്ങൾ പാലിച്ചപ്പം പിഴയടച്ച് തീരേണ്ട ഒരു കേസ് അങ്ങനെ വന്നു. അതിപ്പം ഇന്ന് കോടതിയിൽ ഹാജരാവാൻ ഇച്ചിരി വൈകി പല കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പിഴയടച്ചു. അതിൻ്റെ ഒരു ടിൽ റൈസ് ഒരു വിധി ഉണ്ടായിരുന്നു, അതും തീർത്തു. ഇപ്പോൾ ആ കേസ് തീർന്നു. ഇനിയും സമരങ്ങളുടെ പേരിലുള്ള കേസുകൾ കുറേ ഉണ്ട്. അല്ല, ഈ കേസിൽ എന്ത് പറ്റിയത്? സാധാരണ നേരത്തെ തന്നെ പിഴയടച്ച് തീർക്കാവുന്ന ഒരു ചെറിയ കേസ് അങ്ങനെ ശരിയാച്ചൊരു സ്പ്ലിറ്റ് വന്നു കേസിൽ. ഇപ്പം കേസ് നമ്പറിൽ ഒരു സ്പ്ലിറ്റ് വന്നു. ഇപ്പോൾ 1-2 ആളുകൾ പിന്നെ പിഴയടച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പ്ലിറ്റ് വന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തപ്പോൾ കമ്മ്യൂണിക്കേഷനിലും ചിലത് ഇപ്പോൾ അഡ്രസ്സിലൊക്കെ ഒരു ചെറിയ മാറ്റം വന്നല്ലോ. എന്നാലും ഇപ്പോൾ എപ്പോഴാണെങ്കിലും പിന്നെ പിഴയടച്ച് തീരേണ്ട ഒരു കേസ് തന്നെയായിരുന്നു. കുറേ കേസുകൾ ഉണ്ടായിട്ടുണ്ട് സമരങ്ങളുടെ. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ ഇൻസ്റ്റൻ്റായിട്ട് നടന്ന ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടന്ന ഒരു സമരമാണ്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കേസാണ്. അമൃത് ഭാരത് ട്രെയിനിൻ്റെ വിഷയം മലബാറിൻ്റെ വലിയൊരു നിരാശയുണ്ട് രാജ്യത്തിന്. സ്റ്റോപ്പുകൾ അനുവദിക്കുന്നതിൽ പ്രത്യേകിച്ച് വടകരയാണെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്ന സ്റ്റേഷനുകളൊന്നും സ്റ്റോപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പം വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൊയിലാണ്ടി, വടകര, മാഹി, തലശ്ശേരി 4 പ്രധാനപ്പെട്ട സ്റ്റേഷൻ. അതിൽ തലശ്ശേരിക്ക് മാത്രമാണ് ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. വടകര ഉൾപ്പെടെയുള്ള സ്റ്റേഷൻ, വടകര ഇപ്പം നവീകരിച്ച ഒരു സ്റ്റേഷനും കൂടിയാണ്. ഇപ്പം പിന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമുക്ക് കോവിഡ് കാലത്ത് നിർത്തിവെച്ചിരുന്ന ഒരു 3 ട്രെയിനിൻ്റെ സ്റ്റോപ്പ് നമുക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടിയെങ്കിലും ഈ ട്രെയിനിന് കൂടുതൽ സ്റ്റോപ്പുകൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ആവശ്യവുമാണ്, ജനത ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പം പാർലമെൻറ്റ് സമ്മേളനം നാളെ തുടങ്ങുകയാണ്. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലെ എംപിമാരെല്ലാവരും കൂടെ ചേർന്ന് നാളെ ബഹുമാനപ്പെട്ട റെയിൽവേ മിനിസ്റ്ററെ കണ്ട് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്റ്റോപ്പ് എന്നുള്ളത് എല്ലായിടങ്ങളിലും പാലിക്കപ്പെട്ടിട്ടുമില്ല. ചിലയിടങ്ങളിൽ കൂടുതൽ സ്റ്റോപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതേ മാനദണ്ഡങ്ങളും സ്റ്റേഷൻ്റെ ഇൻകവും വരുമാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ പോലും കിട്ടേണ്ടതുള്ള അർഹതയുള്ള വടകര ഉൾപ്പെടെയുള്ള സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ലഭ്യമാക്കണമെന്ന് ബഹുമാനപ്പെട്ട റെയിൽവേ മിനിസ്റ്ററെ നേരിട്ട് കണ്ട് അടുത്ത ദിവസങ്ങളിൽ അറിയിക്കാനും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനും ശ്രമിക്കും. എന്തായിരിക്കും ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അങ്ങേക്കല്ലേ. ആരാണെങ്കിലും അതിപ്പോൾ സിറ്റിംഗ് MLA ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പാർട്ടി തീരുമാനം അത്തരം കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എനിക്കിപ്പോൾ ഏതെങ്കിലും സീറ്റിലെ ഇനിയിപ്പം പിന്നെ പറവൂർ സീറ്റിലെ സ്ഥാനാർത്ഥി എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പോൾ അതൊരിക്കലും ഇങ്ങനെ ഒരു മാധ്യമ ചോദ്യത്തിൻ്റെ മുമ്പിൽ ആരായിരിക്കും പാലക്കാട്ടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരായിരിക്കും കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി, മറ്റേ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി, നാദാപുരം, ഇതൊന്നും ഇപ്പോൾ ഓഫ് ഹാൻഡ് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. പാർട്ടി അതിൻ്റെ ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ അതും പാർട്ടി പ്രസിഡന്റിന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡൽഹിയിലെ മീറ്റിങ്ങിലും പറഞ്ഞൊരു കാര്യം, ഒരുപാട് ഡിലേ ആക്കണ്ട, ഒരുപാട് വൈകിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ ധൃതി കൂട്ടി നാളെ തന്നെ. അതിൻ്റെ ചില മാധ്യമങ്ങൾ കണ്ടു ജാഥ നടക്കുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വരും. അങ്ങനെയില്ല. ചില മാധ്യമങ്ങൾ വയനാട് ക്യാമ്പ് നടക്കുമ്പോൾ പറഞ്ഞ് 70 സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. നിങ്ങളല്ല കേട്ടോ, 70 സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ കൊടുത്തു. പക്ഷെ അങ്ങനെയൊന്നും ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി വന്നു, മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വന്നു. അവരുടെ ഫസ്റ്റ് റൗണ്ട് ഡിസ്കഷൻ KPC ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് സീനിയർ ലീഡർഷിപ്പായിട്ട് ഇലക്ഷൻ കമ്മിറ്റിയുമായിട്ട് അവരുടെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായി ടൈം ബൗണ്ടായി നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഇത്തവണ കോൺഗ്രസിന്റെ പുറത്തു വരാൻ പോവുക എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പാലക്കാട് ബിജെപിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമാണ്. അപ്പോൾ മുൻ MLA എന്ന നിലക്ക് താങ്കളെ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ താങ്കൾ BJP എ ക്ലാസ് മണ്ഡലം എന്നുള്ള നിലക്ക് അവരുടെ അവകാശവാദത്തിന് അപ്പുറത്തേക്ക് പാലക്കാട് അസംബ്ലി അവർ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും വലിയ അവകാശവാദങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ എത്രത്തോളം വലിയ ക്ലെയിം ഓഫീസ് വരെ തുറന്നു വെച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ വലിയ ക്ലെയിമാണ് വെച്ചിരുന്നത്. അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാണ്. പക്ഷേ പാലക്കാട്ടെ ജനാധിപത്യ സമൂഹം, പാലക്കാട്ടെ മതേതര സമൂഹം തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ പിന്നെ വളരെ സ്ട്രോങ് ആയി UDF-നൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് BJP ഓഫീസുണ്ട്, അവിടെ ഉണ്ട്, പോയാറി. MP-മാരുടെ മത്സരത്തിന്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു തീരുമാനം ഇപ്പം MP-മാരെല്ലാവരും കൂടെ മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നില്ല. അതങ്ങനെ MP-മാർ മത്സരിക്കുമല്ലേന്ന് എല്ലാ ദിവസവും പിന്നെ വാർത്തയും ചോദ്യവും നിങ്ങൾ തന്നെ കൽപ്പിക്കുന്ന ചില ഉത്തരങ്ങളും പരിഗണിക്കപ്പെടുന്ന ചില ആളുകൾ പരിഗണിക്കുന്ന അല്ല, അങ്ങനെ പാർട്ടി ഔദ്യോഗികമായിട്ട് തീരുമാനം വന്ന ആ തീരുമാനം ധാരണ വന്നത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള തീരുമാനം. പാർട്ടി തീരുമാനം വന്നാൽ ഞാൻ ശിക്ഷ പീരീഡിൽ